നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മഞ്ചേശ്വരത്ത് ബസ്സും ഓമിനി വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് ഹിദായത്ത് നഗറിലെ അബ്ദുൾ അസീസ്. അപകടം പൊസൌട്ടിന് സമീപം. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. കൂട്ടിക്കുഴിച്ച് കക്ഷികൾ. കടന്നു പോകുന്നത് ആകാംക്ഷയുടെ നിമിഷങ്ങൾ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ജില്ലയിൽ അങ്ങിങ്ങ് ആക്രമണം. പോലീസ് ജാഗ്രത ശക്തമാക്കി. തോൽവി ഭയന്ന് UDF ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് LDF നേതാക്കൾ. അക്രമത്തിന് UDF BJP നേതാക്കൾ നേരിട്ട് നേതൃത്വം നൽകുന്നുവെന്നും ആക്ഷേപം. വേനൽ മഴയിൽ വ്യാപക നഷ്ടം. പൈക്കയിൽ വാഴത്തോട്ടം നശിച്ചു. വികസനത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റി. കാഞ്ഞങ്ങാട്ട് ചിത്രകാരന്മാരുടെ പ്രതിഷേധ കൂട്ടായ്മ. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരത്തിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സും ഓമിനി വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഹിദായത്ത് നഗറിലെ അബ്ദുൾ അസീസാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടത്തിൽ ഓമിനി വാൻ പൂർണ്ണമായും തകർന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഓമിനി പൂർണ്ണമായും തകർന്നു. തലപ്പാടിയിൽ നിന്ന് ഉപ്പളയിലേക്ക് പോവുകയായിരുന്നു ഓമിനി വാൻ. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക KSRTC ബസ്സാണ് ഓമ്നിയിൽ കൂട്ടിയിടിച്ചത്. വാനിൽ യാത്ര ചെയ്യുന്നവർ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വാൻ മുറിച്ചാണ് 5 പേരെയും പുറത്തെടുത്തത്. ഹിദായത്ത് നഗർ സ്വദേശി 60 വയസ്സുള്ള അബ്ദുൾ അസീസാണ് മരണപ്പെട്ടത്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഇദ്ദേഹമായിരുന്നു വാൻ ഓടിച്ചിരുന്നത്. യാത്രക്കാരായ 4 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മറ്റുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഓമ്നി വാൻ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. കൂട്ടിക്കിഴിച്ച് കക്ഷികൾ. കടന്നുപോകുന്നത് ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. 2 മാസം നീണ്ടുനിന്ന ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് വോട്ടർമാർ തിങ്കളാഴ്ച തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. കൂട്ടലും കിഴിക്കലുമായി കാത്തിരിക്കേണ്ടത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. സ്ത്രീകളുടെയും കന്നി വോട്ടർമാരുടെയും നീണ്ട നിര മിക്ക ബൂത്തുകളിലും അനുഭവപ്പെട്ടു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ജില്ലയിൽ അങ്ങിങ്ങ് ആക്രമണം. സംഘർഷം തടയാൻ പോലീസ് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം രാത്രിയോടെ രൂക്ഷമാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പോളിംഗ് അവസാനിച്ച സമയത്ത് തുടങ്ങിയ സംഘർഷാവസ്ഥ പിന്നീട് രൂക്ഷമാവുകയായിരുന്നു. കുഡ്ലുവിലും നെല്ലിക്കുന്നിലും BJP മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. കുഡ്ലുവിൽ സംഘർഷാവസ്ഥ അതിവേഗം നിയന്ത്രണ വിധേയമായെങ്കിലും നെല്ലിക്കുന്നിൽ ഭീതി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇതിനിടെ അടൂർ സ്കൂൾ BJP CPM പ്രവർത്തകരും തമ്മിലും സംഘർഷമുണ്ടായി. ഉദുമയിൽ വീടിന് നേരെ ആക്രമണമുണ്ടായി. ഉദുമ മുതിയക്കാലിലെ ജബ്ബാർ ആജിയുടെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. തെക്കൽ പറമ്പ് ബൂത്ത് പരിസരത്തും സംഘർഷാവസ്ഥയുണ്ടായി. ഇവിടെ മുൻ MLA KB കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്തു. സംഘർഷാവസ്ഥ തടയാൻ ശക്തമായ ജാഗ്രതയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കേരള പോലീസിന് പുറമെ 6 യൂണിറ്റ് കേന്ദ്രസേനയും ജില്ലയിലെത്തിയിരുന്നു. ഇതിനു പുറമെ കർണാടക പോലീസിന്റെ സേവനവുമുണ്ട്. തോൽവി ഭയന്ന UDF ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് LDF നേതാക്കൾ. കള്ളവോട്ടിനെ കുറിച്ച് പറയുന്ന BJP UDFും ആക്രമണത്തിന് നേരിട്ട് നേതൃത്വം നൽകുകയാണെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി അംഗവും മുൻ MLAയും ഉദുമ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുമായ KV കുഞ്ഞിരാമനെ തെക്കിൽ പറമ്പിൽ GUP സ്കൂൾ പരിസരത്ത് എത്തിയപ്പോഴാണ് പോളിംഗ് അവസാനിക്കാറായ സമയത്ത് കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചത്. അദ്ദേഹം സഞ്ചരിച്ച K കുഞ്ഞിരാമൻ MLAയുടെ ജീപ്പും അതിലുണ്ടായിരുന്ന മറ്റു LDF പ്രവർത്തകരെയും ആക്രമിച്ചു. മഞ്ചേശ്വരം ഉപ്പള സ്കൂളിലെ ബൂത്തിനു മുന്നിൽ രാവിലെ സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവിനെയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന PB അഹമ്മദിനെയും ബൂത്ത് സന്ദർശനത്തിനിടയിൽ കയ്യേറ്റത്തിന് ശ്രമിച്ചു. ഉച്ചയ്ക്ക് ശേഷം അതേ സ്ഥലത്ത് വെച്ച് PB അഹമ്മദിന്റെ കാർ അടിച്ചു തകർത്തു. വോട്ടെടുപ്പ് ദിനത്തിൽ പല സ്ഥലത്തും UDFും BJPയും അക്രമവും കള്ളവോട്ടും നടത്തി തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ ശ്രമിച്ചത് അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകോപനം ഉണ്ടാക്കാൻ UDF BJPക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരുടെ സംയമനം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ജില്ലയിലുടനീളം മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂര് വരെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി അക്രമം സംഘടിപ്പിക്കുന്ന സ്ഥിതി പ്രധാനമായും UDFനെ സംബന്ധിച്ചുണ്ടായി. ചില സ്ഥലത്ത് UDFനോടൊപ്പം BJPയും ഉണ്ടായി. അപ്പോൾ ഇതിൽ ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. അത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ഇനിയും അന്വേഷണം നടത്തി ഉണ്ടാകണമെന്നാണ് പൊതുവിൽ LDFനെ സംബന്ധിച്ച് പറയാനുള്ളത്.
വാർത്താ സമ്മേളനത്തിൽ പി കരുണാകരൻ MP, LDF ജില്ലാ കൺവീനർ പി രാഘവൻ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, സ്ഥാനാർത്ഥികളായ ഡോക്ടർ AA അമീൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. മഞ്ചേശ്വരം അങ്കൽവാടി പഞ്ചായത്തുകളിൽ പോളിംഗ് രാത്രി അവസാനിച്ചത് സംഘർഷത്തിന് വഴിയൊരുക്കി. 16-ാം വാർഡിലെ 80-ാം നമ്പർ ബൂത്തിലാണ് പോളിംഗ് രാത്രി വരെ നീണ്ടുനിന്നത്. തിങ്കളാഴ്ച മഞ്ചേശ്വരം മണ്ഡലത്തിൽപ്പെട്ട മംഗൽവാടിയിലെ 16-ാം വാർഡിലെ 80-ാം നമ്പർ ബൂത്തിലാണ് വൈകി പോളിംഗ് അവസാനിച്ചത്. ഇവിടെ ഇതിന്റെ പേരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കുതർക്കവും തുടർന്ന് ചെറിയ തോതിൽ സംഘർഷവുമുണ്ടായി. ഒടുവിൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ഇവിടെ 20ഓളം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ മടങ്ങിപ്പോകേണ്ട സ്ഥിതിയുണ്ടായി. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെടുത്തിയതെന്നാണ് ഇവരുടെ ആക്ഷേപം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് മേൽഘടകത്തോടുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ യഥാക്രമം അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുകയും ഇപ്പോൾ ഏകദേശം ആളുകൾ ആ ഒരു കാര്യം പിന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ചുമതല അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു അവസരം കിട്ടി. എന്നിട്ട് പോലും ഈ വൈകിയ സമയത്ത് പല ആളുകളും വഴി പിന്നെ അവർക്കുള്ള ഈ ഒരു അവസരം വിനിയോഗിക്കാൻ സാധിക്കാത്തത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ സമയം ഇതുവഴി കടന്നുപോവുകയായിരുന്ന മഞ്ചേശ്വരം മണ്ഡലം LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവിനെയും PB അഹമ്മദിനെയും തടഞ്ഞു നിർത്തി കാറിന് നേരെ കല്ലെറിയുകയുണ്ടായി. ഇതിന്റെ പേരിലും കുറേ നേരം ഇവിടെ സംഘർഷാവസ്ഥ നിലനിന്നു. ജില്ലയിൽ പോളിംഗ് സമാധാനപരമായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ ദേവദാസൻ. കാര്യമായ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകാത്തത് തെരഞ്ഞെടുപ്പ് ജോലികളുടെ സുഗമമായ നടത്തിപ്പിന് ഗുണകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 799 ബൂത്തുകളിലായി നടന്ന പോളിംഗിൽ എവിടെയും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. 461 റിസർവ് ഉൾപ്പെടെ 4141 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത്. സമാധാനപരമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിന് ജില്ലയിൽ 6 കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെ 8 കമ്പനി സായുധ സേന എത്തിയിരുന്നു. ഓരോ ബൂത്തിലും 5 പേരടങ്ങുന്ന സേനയാണ് സുരക്ഷ ഒരുക്കിയത്. ജില്ലയിലെ 186 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. 99 ബൂത്തുകളിൽ ഓൺലൈനായി പോളിംഗ് പ്രക്രിയ നിരീക്ഷിക്കുന്നതിന് സംവിധാനമൊരുക്കി. പഴുതില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങളും കുറ്റമറ്റ ആസൂത്രണവും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാക്കുന്നതിന് സഹായിച്ചതായി കലക്ടർ അറിയിച്ചു. ജില്ലയിലെ 99 പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയ വെബ്കാസ്റ്റിംഗ് സംവിധാനം പൂർണ്ണമായും വിജയമായിരുന്നുവെന്നും കലക്ടർ പറഞ്ഞു. ഇവർ ജനാധിപത്യത്തിന്റെ കാവൽക്കാർ. വോട്ടെണ്ണൽ നടക്കുന്ന ഗവൺമെന്റ് കോളേജിൽ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 14-ാം കേരള നിയമസഭയിലേക്ക് മെയ് 16 തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 19 വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇവിടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. ഈ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ പാണ്ഡുരംഗ ചൌട്ടെ സന്ദർശിച്ചു. ഇവിടുത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് അദ്ദേഹം മണ്ഡല വരണാധികാരികളുമായി ചർച്ച നടത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതൽ തപാൽ വോട്ടുകൾ എണ്ണി തുടക്കും. ഒരു സൂപ്പർവൈസർ, 2 അസിസ്റ്റന്റുമാർ എന്നിവർ ഓരോ ടേബിളിലും ഉണ്ടാകും. അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. ഗവൺമെന്റ് കോളേജിലെ വോട്ടിംഗ് കേന്ദ്രത്തിൽ കേന്ദ്രസേനയും കർണാടക പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. വേനൽ മഴയിൽ പൈഖ ബാലടുക്കയിൽ വ്യാപകമായ കൃഷിനാശം. 250ഓളം കുലച്ച വാഴകൾ നശിച്ചു. പൈഖ ബാലടുക്കയിലെ ഗോപാലൻ എന്ന കർഷകന്റെ കൃഷിയിടങ്ങളാണ് വ്യാപകമായി നശിച്ചത്. നേന്ത്രവാഴ കൃഷിയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി നല്ല രീതിയിൽ വിളവെടുക്കുന്ന പൈക്കയിലെ ബാലടുക്ക സ്വദേശിയായ ഗോപാലന്റെ വാഴകളാണ് ശക്തമായ കാറ്റിൽ പൂർണ്ണമായും ഒടിഞ്ഞു വീണ് നശിച്ചത്. വിളവെടുക്കാൻ ഇനി 2 മാസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷവും ഇദ്ദേഹത്തിന്റെ നിരവധി കൃഷിയിടങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പഞ്ചായത്തിലും കൃഷിഭവനിലും വില്ലേജ് ഓഫീസിലുമൊക്കെ നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകിയിരുന്നു. അന്ന് ഏകദേശം 1,68,000 രൂപയുടെ നഷ്ടമായിരുന്നു സംഭവിച്ചത്. നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപയോളം ലഭിച്ചിരുന്നു. ഇപ്പോൾ നശിച്ചുപോയ കൃഷിയിടങ്ങൾ പഞ്ചായത്ത് അധികൃതർ മെയ് 15-ാം തീയതി വന്ന് കണ്ടിരുന്നു. 80,000 രൂപയോളം നഷ്ടമാണ് ഇതുമൂലമുണ്ടായിരിക്കുന്നതെന്ന് ഗോപാലൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം തെങ്ങുകളും മറ്റു കൃഷിയിടങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. 250ഓളം വാഴകളാണ് വേനൽ മഴയിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ കടപുഴകി വീണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാഴ്വാക്കായി. വൈദ്യുതി മുടങ്ങിയത് കാരണം ജില്ലയിലെ പല സ്ഥലത്തും പോളിംഗ് നടന്നത് മെഴുകുതിരി വെളിച്ചത്തിലായിരുന്നു.
ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പോളിംഗ് ബൂത്തുകൾ പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരെ കാത്തിരുന്നത് കാറ്റും വെളിച്ചവുമില്ലാത്ത ഇരുണ്ട മുറികൾ. ജില്ലയിലെ മിക്ക ബൂത്തുകളിലും വൈദ്യുതിയില്ലാത്തത് വോട്ടർമാരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും ഒരുപോലെ വലച്ചു. ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനറേറ്റർ സ്ഥാപിച്ചു നൽകി. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ മെഴുകുതിരി വെട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ജോലികൾ പുരോഗമിച്ചത്. ശനിയാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലായിരുന്നു വൈദ്യുതി ബന്ധം പാടെ തകർന്നത്. മരങ്ങൾ പൊട്ടിവീണത് നീക്കാൻ മതിയായ ജീവനക്കാരില്ലാത്തതും വൈദ്യുതി പുനഃസ്ഥാപനത്തിന് തടസ്സമായി. ഇങ്ങനെയൊക്കെയായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ജോലികൾ സുഗമമായി നടന്നു. വരും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം സംഭവങ്ങളെ മുൻകൂട്ടി കണ്ട് ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആട് മോഷണം. 12ഓളം ആടുകൾ മോഷ്ടിച്ചു. കുഞ്ചത്തൂർ പതുവയിലെ ബാവയുടെ ആടുകളാണ് മോഷണം പോയത്. കുഞ്ചത്തൂർ നാഷണൽ ഫാക്ടറിക്ക് സമീപമാണ് ബാവ താമസിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ വീട്ടുകാർ ഉണർന്ന് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കാനായി ചെന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന്റെ 2 പശുക്കളും മോഷണം പോയിരുന്നു. ആടുകളെ കൊണ്ടാണ് ഇദ്ദേഹം ഉപജീവനം കഴിച്ചിരുന്നത്. മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുമ്പ് പശുക്കളെ മോഷ്ടിച്ചപ്പോഴും പരാതി നൽകിയിരുന്നുവെങ്കിലും ഇന്നേവരെയും ഒരാളെയും പിടികൂടിയിട്ടില്ല. കർണാടകയുടെ അതിർത്തി പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ മോഷണം പതിവാക്കിയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ നാട്ടുകാർ കടുത്ത അമർഷത്തിലാണ്. മഞ്ചേശ്വരം ബോൾനാട് ഗുട്ടു മണറായ ദേവസ്ഥാനത്ത് വൻ കവർച്ച. ഇവിടെ നിന്നും ലക്ഷക്കണക്കിന് വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം മോഷണം പോയി. ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് പൂജകൾ നടക്കുന്നത്. പതിവ് പോലെ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം പൂജാരി തനിയപ്പ, രാമാനന്ദ ഷെട്ടി എന്നിവർ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ മുൻവാതിൽ മുറിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. തിരുവാഭരണങ്ങളും ആയുധങ്ങളും വെള്ളിയാഭരണങ്ങളും ചെമ്പ് പാത്രങ്ങളും മോഷണം പോയി. മഞ്ചേശ്വരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് SIP പ്രമോദിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഞ്ചേശ്വരത്ത് മോഷണം പതിവായിരിക്കുകയാണ്. വികസനങ്ങളുടെ പേരിൽ കാഞ്ഞങ്ങാട് നഗരത്തിലെ തണൽ മരങ്ങൾ മുറിച്ചുമാറ്റിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം. കാഞ്ഞങ്ങാട് ഗാന്ധി പീസ് പാർക്കിൽ ചിത്രകാരന്മാരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആസൂത്രണ ബോധമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഇതിന്റെ പേരിൽ തണൽ മരങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുകയാണെന്നും ആരോപിച്ചാണ് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് ചിത്രകലാ വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിച്ചത്. കവയിത്രി CP ശുഭ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഈ കാഞ്ഞങ്ങാടിന്റെ പച്ചപ്പ് സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ പച്ചപ്പ് സൂക്ഷിക്കും, കുടിവെള്ളം വിതരണവും ചെയ്യുന്ന ഒരു നിഷ്കാമ കർമ്മയോഗിയായ വിജയേട്ടനോടും ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ചിത്രകാരന് തന്നെയാണ് ഏറ്റവും ശക്തമായിട്ട് പുറത്തു നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാനാവുന്നത് തീർച്ചയായിട്ടും ഒരു ചിത്രകാരനാണ്. കാരണം 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം, വളരെ തീക്ഷ്ണമായ വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം എന്ന് വിശ്വസിക്കുന്നു. സാധാരണ കവിത എഴുത്തോ കഥ എഴുത്തോ പോലെയൊന്നല്ല ചിത്രം എഴുത്ത് എന്നായിരുന്നു ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് ചിത്രം വരയിലേക്ക് രചനയിലേക്കൊക്കെ വന്നത്. ആദ്യം ചിത്രം എഴുത്ത് എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. EB കാഞ്ഞങ്ങാട് അധ്യക്ഷനായി. ചിത്രലേഖ അശോകൻ, ആകാശ് കൃഷ്ണൻ, അക്ഷയ് പ്രണവ്, ശ്രീലക്ഷ്മി, ഷാജി നീലേശ്വരം, KK വിജയൻ, സുബൈദ നീലേശ്വരം തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭയുടെ മാലിന്യം തള്ളുന്ന വണ്ടിക്ക് നഗരസഭയുടെ മതിലിനകത്ത് സുഖവാസം. ഫയർ സർവീസിന്റെ പുതിയ കെട്ടിടം വന്നതോടെയാണ് നഗരസഭയുടെ ട്രാക്ടർ മതിൽക്കെട്ടിൽ അകപ്പെട്ടു പോയത്. എല്ലാ കാലത്തും എപ്പോഴും കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വലിയ പ്രശ്നം മാലിന്യ സംസ്കരണം തന്നെയായിരുന്നു. ചർച്ചകളും സമരങ്ങളും ഒട്ടേറെ നടത്തിയിട്ടും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വത നടപടിയായിട്ടില്ല. 2 വർഷം മുമ്പ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ മാലിന്യം നീക്കുന്ന വണ്ടി മതിൽക്കെട്ടിനകത്ത് അകപ്പെട്ടിട്ടും പുറത്തെടുക്കാനോ നന്നാക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ഫയർഫോഴ്സിന് പുതിയ കോട്ടയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോഴാണ് കെട്ടിടത്തിന് പിറകിലെ പാർക്കിംഗ് ഷെഡിൽ കയറ്റിവെച്ച ട്രാക്ടർ മതിൽക്കെട്ടിനകത്ത് അകപ്പെട്ടുപോയത്. വിഷയം നഗരസഭാ അധികൃതരെ അറിയിച്ചെങ്കിലും പരിഹാര നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ട്രാക്ടർ തുടുമ്പെടുത്തു പോകുമ്പോഴും ലേലം ചെയ്യാനും അധികൃതർ തയ്യാറായിട്ടില്ല. പുതിയ ഭരണസമിതി എത്തിയിട്ടും ട്രാക്ടറിനെ പുറത്തെടുക്കാൻ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ വാഹനം തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും ആരും ഇത് കണ്ടതായി ഭാവിക്കുന്നതേയില്ല. ഷെഡിന് പിറകുവശത്തെ മതിൽ പൊളിച്ചാൽ മാത്രമേ ഈ പാർക്കിംഗ് ഷെഡ് ഇനി പ്രയോജനപ്പെടുത്താനാവുകയുള്ളൂ. മഴക്കാലം അടുത്തതോടെ വിപണിയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ വിൽപ്പന വർദ്ധിച്ചു. മഴയ്ക്ക് മുമ്പേ മുന്നൊരുക്കം നടത്താനായി പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ഓരോരുത്തരും. കാലവർഷം തുടങ്ങാറായതോടെ മുന്നൊരുക്കങ്ങൾക്കായി പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങുന്നവരുടെ എണ്ണം നഗരത്തിൽ വർദ്ധിച്ചു. മുറ്റത്തും ചായ്പിലുമെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടുന്നതിനായി മേൽത്തരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. കുടിലുകൾക്കും ചായ്പുകൾക്കും പ്ലാസ്റ്റിക് മേയുന്നതിനായി വലിയ ഷീറ്റുകൾ വാങ്ങുന്നവരും ഏറെയാണ്.
വിവിധതരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിപണിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 300 മുതൽ മുകളിലോട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റിന് വില ഈടാക്കുന്നത്. തെരുവോരങ്ങളിലും പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ വിൽപ്പന സജീവമാണ്. ഈശ്വരസേവയും മനുഷ്യസേവയും ഒന്നാണെന്ന് തെളിയിക്കുകയാണ് മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനത്തെ ഭാരവാഹികൾ. കളിയാട്ടത്തിന്റെ ഭാഗമായി ലഭിച്ച മുഴുവൻ തുകയും അതിയാമ്പൂരിലെ അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന രാധയുടെ ചികിത്സാ ചെലവിലേക്ക് നൽകി ഇവർ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. മേലാങ്കോട്ടെ ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിൽ ലഭിച്ച മുഴുവൻ തുകയും അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന അതിയാമ്പൂരിലെ രാധയുടെ ചികിത്സാ ചെലവിലേക്ക് നൽകി മാതൃകാപരമായ പ്രവർത്തനമാണ് ദേവസ്ഥാന ഭാരവാഹികൾ നടത്തിയത്. വിശ്വാസികൾ ദേവസ്ഥാനത്തിലേക്ക് നൽകിയ തുക ജീവകാരുണ്യ പ്രവർത്തനത്തിനായാണ് ഇവർ നീക്കിവെച്ചത്. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ ബല്ലാ ബാബു ദേവസ്ഥാന ഭാരവാഹികളിൽ നിന്നും സഹായധനം ഏറ്റുവാങ്ങി. രാധ എന്ന സഹോദരിയെ സഹായിക്കുന്നതിന് വേണ്ടി മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനത്തിൻ്റെ വകയായി ഒരു കൂട്ടായ്മയിലൂടെ സംഘടിപ്പിച്ച തുകയാണ് ഇന്ന് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് എല്ലാവിധ പ്രവർത്തകരെയും രാധാ ചികിത്സാ സഹായത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ വരുന്നുണ്ട്. ഇത് ഗുളികൻ ദേവസ്ഥാനത്തിൻ്റെ വകയായിട്ട് ആദ്യമായിട്ടാണ് ഇത്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും രാധാ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രഭാകരൻ, EV അനിൽകുമാർ, രതീഷ്, രവി, സുനിൽകുമാർ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരത്ത് ബസ്സും മോമിനി വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് ഹിദായത്ത് നഗറിലെ അബ്ദുൾ അസീസ്. അപകടം പൊസൌട്ടിന് സമീപം. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. കൂട്ടിക്കിഴിച്ച് കക്ഷികൾ. കടന്നു പോകുന്നത് ആകാംക്ഷയുടെ നിമിഷങ്ങൾ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ജില്ലയിൽ അങ്ങിങ്ങ് ആക്രമണം. പോലീസ് ജാഗ്രത ശക്തമാക്കി. തോൽവി ഭയന്ന് UDF ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് LDF നേതാക്കൾ. അക്രമത്തിന് UDF BJP നേതാക്കൾ നേരിട്ട് നേതൃത്വം നൽകുന്നുവെന്നും ആക്ഷേപം. വേനൽ മഴയിൽ വ്യാപക നഷ്ടം. പൈക്കയിൽ വാഴത്തോട്ടം നശിച്ചു. വികസനത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റി. കാഞ്ഞങ്ങാട്ട് ചിത്രകാരന്മാരുടെ പ്രതിഷേധ കൂട്ടായ്മ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.